ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ പവർ, പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കൺസെപ്റ്റുകളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പവർ എന്ന് പറയുന്നത് അധികാരം എന്നുള്ളൊരു സങ്കല്പമാണ്. മറ്റുള്ളവരുടെ പെരുമാറ്റം തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കാനുള്ള ശേഷിയാണ് അധികാരം. അപ്പോൾ നമുക്കറിയാം, ഈ ഭരണകൂടം ചെയ്യുന്നതാണ്. ഭരണകൂടം ഒരുപാട് നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ നിയമങ്ങൾക്കനുസരിച്ചിട്ട് വേണം ആളുകൾ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ശിക്ഷകൾ ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത്തരത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നിയന്ത്രിക്കാനുള്ള ശേഷിനെയാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. ഇത് ശിക്ഷകളുടെ ഭീഷണികൾ കൊണ്ടോ പ്രതിഫല വാഗ്ദാനം കൊണ്ടോ ആകാം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഭീഷണിയാണ് അധികാരത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഇവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് പെരുമാറുന്നത്. അതിപ്പോൾ ഈ ഗവൺമെന്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഈ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ നമുക്ക് ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അസൈൻമെന്റ് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർ വഴക്ക് പറയും അല്ലെങ്കിൽ അടിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കാം. ഇനി കോളേജുകളിലാണെങ്കിൽ നമുക്ക് ഇന്റേണൽ മാർക്ക് ലഭിക്കില്ല എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കാം. ഇത്തരത്തിൽ ഭീഷണികൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷിയെയാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിന്റെ അടിസ്ഥാനം അധികാരത്തിന്റെ നേടിയെടുക്കൽ, നിലനിർത്തൽ, വിഭജനം, പ്രയോഗം എന്നിവയെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായിട്ടും പഠനവിധേയമാക്കുന്നത് ഈ ഒരു അധികാരം എന്നുള്ളൊരു സങ്കല്പമാണ്. എങ്ങനെയാണ് അധികാരം നേടുന്നത്? നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരം നേടുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റുള്ള രീതിയിൽ വിപ്ലവത്തിലൂടെയോ അതല്ലെങ്കിൽ രാജഭരണത്തിലൂടെയോ ഒക്കെ അധികാരം നേടുന്ന സംവിധാനങ്ങളുണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ അധികാരം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അധികാര വിഭജനം എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പറയുകയുണ്ടായി നീതിന്യായ വ്യവസ്ഥ, ബ്യൂറോക്രസി എന്നുള്ള രീതിയിൽ അധികാര വിഭജനത്തെ കുറിച്ചിട്ട്. ഇത്തരത്തിൽ അധികാരത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസിൽ അടിസ്ഥാനപരമായിട്ട് വരുന്നത്. അടുത്തത് പറയുന്നത് അതോറിറ്റി എന്നുള്ളതാണ്. അത് അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്. അധികാരം നേടുന്നതും പ്രയോഗിക്കുന്നതും നിയമം വഴിയാകുമ്പോൾ അതിനെ അതോറിറ്റി എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പുകളോട് അധികാരം നേടുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരൻസിന് ഒരു അധികാരം ഈ കുട്ടികളുടെ മേൽ ഉണ്ടായിരിക്കും. അത്തരത്തിൽ നിയമം വഴിയുള്ള ഒരു അധികാരം പ്രയോഗമാകുമ്പോൾ അതിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. കുടുംബങ്ങളിലും മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളിലും ഇത് ദൃശ്യമാണെങ്കിലും ഭരണകൂടത്തിന്റെ അതോറിറ്റി പരമോന്നതമാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, കുടുംബങ്ങളിലും ഇതുപോലെ പാരൻസിന് ഒരു അധികാരമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നമുക്കറിയാം, നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അവിടുന്ന് നമ്മളെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യും. അതിനുള്ള അധികാരം അവർക്കുണ്ട്. അത് നിയമപരമായിട്ട് അവർക്കുള്ള അധികാരമാണ്. ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള അധികാരത്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഭരണകൂടത്തിന്റെ അതോറിറ്റി പരമോന്നതമാണ്. എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ, ഭരണകൂടത്തിന് ഒരാളെ വധിക്കാൻ വരെയുള്ള അധികാരം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഭരണകൂടത്തിന്റെ അധികാരം പരമോന്നതമാണെന്ന് പറയുന്നത്. നമുക്കറിയാം, ചില തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ വരെ ഭരണകൂടത്തിന്റെ അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ അതോറിറ്റിയാണ് നമ്മൾ പരമോന്നതമായിട്ട് കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചാണ് അതോറിറ്റി നേടിയെടുക്കുന്നത്. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. അപ്പോൾ ആ ഒരു ആശയത്തിന് ജനങ്ങളിൽ പിന്തുണയുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നിട്ടുള്ള ഈ ഭരണകൂടത്തിനോട് ആളുകൾക്ക് ഒരു വിധേയത്വം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രാജഭരണമോ അല്ലെങ്കിൽ മറ്റേത് സംവിധാനം തന്നെ ആണെങ്കിലും അവിടെ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രം ആളുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ഒരു നിയമപരമായിട്ടുള്ള ഒരു അവകാശം എന്നുള്ള രീതിയിൽ അവർക്ക് അധികാരം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതോറിറ്റിയിൽ നമ്മൾ പറയുന്നത് ഈ അധികാരം നേടുന്നതും പ്രയോഗിക്കുന്നതും നിയമം വഴിയാകുമ്പോൾ അതിനെ നമ്മൾ അതോറിറ്റി എന്ന് വിളിക്കും. ഇത് പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിലനിർത്തുന്നത്. ഇനി പലതരത്തിലുള്ള അതോറിറ്റികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് ട്രഡീഷണൽ അതോറിറ്റി. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാരമ്പര്യത്തെയും ആചാരങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതോറിറ്റിയാണ് ട്രഡീഷണൽ അതോറിറ്റിയിൽ വരുന്നത്.
ഒരു കുടുംബത്തിന്റെ പിന്തുടർച്ചയോട് ആളുകൾ വിധേയത്വം കാണിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പൊതുവിൽ ഈ രാജഭരണം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ, അതുപോലെ തന്നെ ഈ ഗോത്ര വിഭാഗങ്ങളിൽ ഈ മൂപ്പന്മാര് തുടങ്ങിയിട്ടുള്ള ഒരു സങ്കല്പത്തിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റി കാണുന്നത്. അത് ആ ഒരു കുടുംബത്തിന്റെ അവകാശമാണ്, ആ രാജകുടുംബത്തിന്റെ അവകാശമാണ് അവിടെ ഭരിക്കുക എന്നുള്ളത് ആളുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന അതോറിറ്റിയാണ് ട്രഡീഷണൽ അതോറിറ്റി. പിന്നെ വരുന്നത് കരിസ്മാറ്റിക് അതോറിറ്റിയാണ്. അത് അസാധാരണ ഗുണങ്ങളുള്ള വ്യക്തികളോട് ആളുകൾക്ക് ഒരു പിന്തുണയും അതുപോലെ തന്നെ വിധേയത്വവും തോന്നും. അങ്ങനെ അവരുടെ നേതാവായിട്ട് അവർ ഇത്തരം വ്യക്തികളെ അംഗീകരിക്കും. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഒരു അതോറിറ്റിയാണ് ഈ കരിസ്മാറ്റിക് അതോറിറ്റിയിൽ സംഭവിക്കുന്നത്. സാധാരണ ഈ നാട്ടിൽ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ ഉയർന്നു വരുന്നത്. ഇപ്പൊ നമുക്കതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം ഗാന്ധി പറയുന്നതിനെ അത്ര എളുപ്പത്തിലൊന്നും അക്കാലത്ത് ആരും എതിർക്കില്ല. അതുപോലെ തന്നെ നെൽസൺ മണ്ടേല, അതുപോലെ ഫിഡൽ കാസ്ട്രോ, അങ്ങനെയുള്ള ഈ ഒരു സാമൂഹിക മാറ്റത്തിന്റെയും വിപ്ലവത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അസാധാരണ ഗുണങ്ങളുള്ള വ്യക്തികളോട് ആളുകൾക്ക് ഒരു വിധേയത്വം ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ ആ പേഴ്സണാലിറ്റി കൊണ്ട് ലഭിക്കുന്ന ഒരു അതോറിറ്റിയാണ് നമ്മൾ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റാഷണൽ ലീഗലാണ്. അത് യുക്തിപരവും നിയമപരവുമായിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് പൊതുവായിട്ട് ആധുനിക ജനാധിപത്യ സമൂഹങ്ങളിൽ കാണുന്നത് ഇതാണ്. അവർക്ക് വ്യക്തികളോടല്ല വിധേയത്വമുള്ളത്, മറിച്ച് വ്യക്തികൾ വഹിക്കുന്ന സ്ഥാനത്തോടാണ് വിധേയത്വം കാണിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥര് ആരാണ് എന്നുള്ളതല്ല അവിടെ ആളുകൾ കണക്കിലെടുക്കുന്നത്. അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെയാണ് ആളുകൾ അവിടെ ബഹുമാനിക്കുകയും വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് ഈ ഒരു യുക്തിപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അതോറിറ്റിയാണ് ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുള്ളത്. അടുത്തത് ഇൻഫ്ലുവൻസ് ആണ്. സ്വാധീനം എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ആളുകളും നമ്മളിൽ സ്വാധീനം ചെലുത്തും. നമ്മുടെ ടീച്ചർമാരോ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളോ അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന പല ആളുകളും നമ്മളിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് അറിയുന്നതാണ്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സമ്പത്ത്, വിദ്യാഭ്യാസം, മതം, മാധ്യമം എന്നിവയിലൂടെ ഇത് നേടിയെടുക്കുന്നു. നമുക്കറിയാം കൂടുതൽ സമ്പത്തുള്ള ആളുകൾക്ക് കൂടുതൽ സ്വാധീനശേഷി ഉണ്ടായിരിക്കും. കാരണം അവർ പറയുന്നത് ചെയ്യാനും അനുസരിക്കാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്നതിനോട് നമ്മൾ ഒരു ബഹുമാനം കാണിക്കും. അതുകൂടാതെ മതം, ഈ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ജാതി മത സംഘടനകളുടെ നേതാക്കന്മാരോ ഒക്കെ പറയുന്നത് ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു അധികാരത്തിലൂടെ അല്ലാതെ അവരുടെ സമ്പത്ത് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മതപരമോ അല്ലെങ്കിൽ മറ്റു പദവികൾ കൊണ്ടോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള അവരുടെ ശേഷിയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സാമൂഹിക അസമത്വം നിലനിൽക്കുന്നിടത്ത് സ്വാധീനവും തുല്യമായിട്ട് വരുന്നതല്ല. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്ക് സ്വാധീനം കൂടുതലാണ്. അവർക്ക് ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോയിട്ട് കാര്യങ്ങൾ നടത്താൻ എളുപ്പമായിരിക്കും. സ്വാധീനമുള്ള ആളുകൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ സാമ്പത്തിക ശേഷി, അതുപോലെ തന്നെ അവരുടെ മതപരവുമായിട്ടുള്ള വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവരുടെ സ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് വരുന്നത്. പിന്നെ പറയുന്നത് ലെജിറ്റിമസിയാണ്. ഒരു അധികാരത്തിന് ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരത്തിനെയാണ് നമ്മൾ ലെജിറ്റിമസി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നിയമം വഴിയുള്ള അധികാരത്തിന് ഒരു പൊതുവിലുള്ള ലെജിറ്റിമസി ഉണ്ട്. അതിന് എളുപ്പത്തിലുള്ള ഉദാഹരണം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ കുറെ കാലം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം. ബ്രിട്ടീഷുകാർക്ക് സ്വാഭാവികമായിട്ട് അധികാരം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ലെജിറ്റിമസി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. അത് ന്യായമായിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിലൂടെ നേടിയിട്ടുള്ള അധികാരം ആണ് എന്ന് ആളുകൾ കരുതിയിരുന്നില്ല. അത്തരമുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ലെജിറ്റിമസി ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. ലെജിറ്റിമസി ഉണ്ടാവുന്നത് ഈ ഒരു അധികാരത്തെ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്. പൊതുവിൽ നമുക്കറിയാം ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണകൂടം ആവുമ്പോൾ അതിനെ ആളുകൾ അംഗീകരിക്കും. ആളുകൾക്ക് ആ പാർട്ടിയോടോ അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തോടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള മാർഗത്തിലാണ് എന്നുള്ള കാരണം കൊണ്ട് അവരെ ജനങ്ങൾ അംഗീകരിക്കും.
അതിനെയാണ് നമ്മൾ ലെജിറ്റിമസി എന്ന് പറയുന്നത്. ഇനി ഇത് ജനാധിപത്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം മറ്റ് മാർഗങ്ങൾ പിന്തുടരുന്നവരുണ്ട്. രാജഭരണമോ അതല്ലെങ്കിൽ ഈ നോർത്ത് കൊറിയയിലോ അല്ലെങ്കിൽ ചൈനയിലെയൊക്കെ പോലുള്ള ഏക പാർട്ടി സംവിധാനമൊക്കെ ആണെങ്കിൽ തന്നെയും അവിടെ ആളുകൾ ആ ഒരു സംവിധാനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ കൾച്ചർ അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരം എന്നുള്ളതാണ് പറയുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം, മനോഭാവം, മൂല്യങ്ങൾ എന്നിവയാണ് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കാണുന്നതാണ് ചില ആളുകൾ പറയുന്നത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ പണിക്ക് പോകണം എന്നുള്ള തരത്തിലൊരു അരാഷ്ട്രീയത പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന, താല്പര്യം കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ തരത്തിൽ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പൊതുവായിട്ടുള്ള വിശ്വാസത്തെയും മനോഭാവത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇത് വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും 3 രീതികളിലൂടെയാണ്. ആദ്യം വരുന്നത് കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ ആണ്. അതിൽ നമ്മൾ പരിശോധിക്കുന്നത് ആളുകൾക്ക് രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചിട്ടുള്ള അറിവ്, അതായത് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്, ഒരു പഞ്ചായത്തിന്റെ ചുമതല എന്ത്, ഒരു സംസ്ഥാന സർക്കാരിന്റെ ചുമതല എന്ത്, കേന്ദ്ര സർക്കാരിന്റെ ചുമതല എന്ത്, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചുമതല എന്ത് തുടങ്ങിയ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള അറിവുണ്ടോ എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഓറിയന്റേഷനിൽ പരിശോധിക്കുന്നത്. പിന്നെ വരുന്നത് അഫക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. അതിനകത്ത് രാഷ്ട്രീയ വ്യവസ്ഥയിലെ ആളുകളുടെ പങ്കാളിത്തമാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടിംഗ് ശതമാനം കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ തരത്തിൽ എത്രമാത്രമാണ് ആളുകൾ ഈ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുന്നത്. പിന്നെ വരുന്നത് ഇവാലുവേറ്റീവ് ആണ്. അതിൽ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അരാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, രാഷ്ട്രീയക്കാർ മൊത്തം കള്ളന്മാരാണ്, എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയാണ് അവർ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ പൊതുവിൽ നോക്കി കാണുന്നത് എന്നുള്ള കാര്യമാണ് ഇവാലുവേറ്റീവ് ഓറിയന്റേഷനിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചർ ആണുള്ളതെന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം വരുന്നത് പറോക്കിയൽ കൾച്ചറാണ്. അവിടെ പരമ്പരാഗത സമൂഹങ്ങളിലും ഗോത്ര സമൂഹങ്ങളിലുമാണ് കൂടുതലായിട്ട് ഈ ഒരു രീതി കാണുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അവബോധമില്ല, സംസ്കാരത്തെ പിന്തുടർന്നുള്ള ജീവിതം. അതായത് രാഷ്ട്രീയമായിട്ട് ഒരാളുടെ ഒരു ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധ്യമില്ലാത്ത ആളുകളാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. സാധാരണഗതിക്ക് ഗോത്ര സമൂഹങ്ങളിലൊക്കെയാണ് അവിടെ ഒരു മൂപ്പൻ ഉണ്ടായിരിക്കും, മൂപ്പൻ കാര്യങ്ങൾ പറയും, നമ്മൾ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയോ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഈ ജനാധിപത്യ പ്രക്രിയയിലൊന്നും അധികം വിശ്വാസം കാണിക്കാത്ത ആളുകളെ കുറിച്ചിട്ടൊക്കെ. അത്തരത്തിൽ അവരുടെ ഒരു സംസ്കാരത്തെ പിന്തുടർന്നുള്ള ഒരു ജീവിതത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവബോധം ഇല്ലാത്ത ഒരു സംസ്കാരത്തെയാണ് നമ്മൾ പറോക്കിയൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചറാണ്. അവിടെ ആളുകൾക്ക് അവബോധമുണ്ടെങ്കിലും രാഷ്ട്രീയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഈ ഒരു സംവിധാനത്തിനകത്ത് ആളുകൾക്ക് രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചിട്ട് ഗവൺമെന്റിനെയും അതിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കുറിച്ച് അറിയാമെങ്കിലും അതിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം ആളുകൾ കാണിക്കുന്നില്ല. സാധാരണഗതിക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന ധാരണയാണ് കാരണം. നമ്മൾക്കറിയാലോ ചില ആളുകളെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും നാട്ടിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സംവിധാനം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചൈനയിലോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലേക്ക് പോലെ ഏക പാർട്ടി സംവിധാനം, അതല്ലെങ്കിൽ ഒരു രാജഭരണമുള്ള ഒരു സംവിധാനം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചിട്ട് അവബോധം ഉണ്ടെങ്കിലും ആളുകൾ അതിനകത്ത് ഇടപെടാതിരിക്കുന്ന ഒരു സംസ്കാരമാണ് സബ്ജക്റ്റ് കൾച്ചറിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചറാണ്. പാർട്ടിസിപ്പന്റ് നമുക്കറിയാം നമ്മൾ പങ്കെടുക്കുന്നതാണ്. കൃത്യമായ അവബോധവും പങ്കാളിത്തവും ഉള്ളതാണ് പാർട്ടിസിപ്പന്റ് കൾച്ചറിൽ വരുന്നത്. അവർ രാഷ്ട്രീയ പാർട്ടികൾ, വോട്ടെടുപ്പ് തുടങ്ങിയവയുടെ ഭാഗമാകുന്നു. നമുക്കറിയാം ഇന്നൊരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിനകത്ത് പൊതുവിലൊരു കൾച്ചർ പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചറാണ്. അവിടെ ആളുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് വോട്ടെടുപ്പിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പങ്കാളിത്തമുള്ള കൾച്ചറാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ സബ് കൾച്ചറാണ്. അതിൽ മുഖ്യധാരയിൽ നിന്ന് വ്യത്യസ്തമായ ആശയവും മനോഭാവവുമാണ് പ്രകടിപ്പിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മൾ നക്സലൈറ്റുകൾ എന്ന് വിളിച്ചിരുന്ന ആളുകൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഖാലിസ്ഥാൻ വിഭജനവാദികൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ആശയങ്ങൾ പിന്തുടരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ
കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സബ് കൾച്ചർ എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ മതം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളായിരിക്കും അവരുടെ ഈ ആശയത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അടുത്ത കൺസെപ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമാണ്, അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വിളിക്കുന്നതൊക്കെ. അത്തരത്തിൽ പൊളിറ്റിക്കൽ കൾച്ചർ രൂപപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ചെറിയ പ്രായം മുതൽ ജീവിതകാലം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ചെറിയ കാലത്ത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നൊക്കെയുള്ള സ്വാധീനം കൊണ്ട് ആയിരിക്കും പിന്നീട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഇങ്ങനെ നിരന്തരം മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ സ്വാധീനിക്കുന്നു. നമ്മൾ നേരത്തെ പറയുകേണ്ട വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണ്, അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലപാടിനെ അതുപോലെ വീക്ഷണത്തെ സ്വാധീനിക്കും. അതുകൂടാതെ തന്നെ സാമൂഹികമായിട്ടുള്ളത്, ആ സമയത്ത് ഭരിക്കുന്ന പാർട്ടിക്കാർ എങ്ങനെ ഭരിക്കുന്നു അല്ലെങ്കിൽ നാട്ടിലെ അവസ്ഥ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം വീക്ഷണങ്ങളെ സ്വാധീനിക്കും. ഇനി ഇതിൽ രണ്ട് തരത്തിലുള്ളതാണ് വരുന്നത്. ഒന്ന് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ രാഷ്ട്രീയ വിവരങ്ങൾ നേരിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നേരിട്ട് രാഷ്ട്രീയം സംസാരിക്കുകയും അത്തരത്തിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവരിൽ നിന്ന് അങ്ങനെ നേരിട്ട് നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റിൽ സംഭവിക്കുന്നത്. ഇനി ലാറ്റന്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റിൽ സംഭവിക്കുന്നത് മറ്റുള്ളവരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് പൊതു മനോഭാവം രൂപപ്പെടുന്നു. അവിടെ നേരിട്ട് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പഠിച്ചുകൊണ്ടോ അല്ല ആ ഒരു മനോഭാവം ഉണ്ടാവുന്നത്. പക്ഷെ അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നതാണ് ലാറ്റന്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റിനകത്ത് സംഭവിക്കുന്നത്. ഇനി ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആണ് പറയുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം വരുന്നത് ഫാമിലിയാണ്. അധികാരത്തെയും പങ്കാളിത്തത്തെയും കുറിച്ചിട്ടുള്ള പ്രാഥമിക ആശയം മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് വീട്ടിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരാണ് അവിടെ അധികാരമുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് അതിനകത്ത് അഭിപ്രായം പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ആ തരത്തിൽ ഈ ഒരു അധികാരത്തെ കുറിച്ചിട്ടുള്ള ഒരു ആശയമൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്നാണ് തുടക്കത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു മനോഭാവം ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചിട്ട് അവിടെ നിന്ന് രൂപപ്പെടുന്നു. പിന്നെ നമുക്കറിയാം ഈ വീട്ടുകാരുടെ മനോഭാവം, വീട്ടുകാർ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നവരാണോ, അവർക്ക് പൊളിറ്റിക്സ് വീട്ടിൽ സംസാരിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സ്വാധീനിക്കപ്പെടാന്നുള്ളത് അറിയുന്നതാണ്. പിന്നെ വരുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുന്നതിന് നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പൊളിറ്റിക്സ് പഠിക്കുന്നതും ഈ വോട്ടവകാശത്തെ കുറിച്ചിട്ടും ജനാധിപത്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതുകൂടാതെ പഠന സമ്പ്രദായം രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നു. നമുക്കറിയാം, ഈ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് അവരുടെ ആശയങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന തലമുറയെ അവർക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ കാലത്തും വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നതാണെന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ രൂപപ്പെടുന്നതിന് സ്വാധീനിക്കുന്നതാണ്. പിന്നെ വരുന്നത് പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സുഹൃത്ത് സംഘങ്ങളാണ്. നമുക്കറിയാം, സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടൽ രാഷ്ട്രീയ മനോഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു അഭിപ്രായമോ വിശ്വാസമോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അതായിരിക്കും അവിടെ കൂടുതൽ സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സുഹൃത്ത് സംഘങ്ങളുടെ സ്വാധീന ഫലമായിട്ടും ഈ ഒരു രാഷ്ട്രീയ സംസ്കാരവും മനോഭാവവും ഒക്കെ രൂപപ്പെടുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് മാസ് മീഡിയയാണ്. നമുക്കറിയാം, പത്രമാധ്യമങ്ങൾ രാഷ്ട്രീയ അഭിപ്രായത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. കാരണം ഓരോ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ ഓരോ വിഷയങ്ങളിൽ ചർച്ചയാക്കുകയൊക്കെ ചെയ്യുന്നത് പത്രമാധ്യമങ്ങളാണ്. അപ്പൊ അവര് ഏത് വീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ആളുകളുടെ ഒരു രാഷ്ട്രീയ മനോഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും അവരുടെ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും
ജനങ്ങളെ അവരുടെ പാർട്ടിയിൽ സംഘടിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളും ഇതുപോലെ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. പിന്നെ വരുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, മതസ്ഥാപനങ്ങളാണ്. മതസ്ഥാപനങ്ങളും മത നേതാക്കളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നമ്മൾ ഇൻഫ്ലുവൻസ് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിരുന്നു, ഈ മത സ്ഥാപനങ്ങൾ, ജാതി മത സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയ ആളുകൾക്ക് വലിയ സ്വാധീനമാണ് ജനങ്ങളിൽ ഉള്ളത് എന്നുള്ളത്. ആ രീതിയിൽ അവർ ഏത് രീതിയിൽ അഭിപ്രായം പറയുന്നു എന്നുള്ളതൊക്കെ ആളുകൾക്ക് ഈ ഒരു രാഷ്ട്രീയ മനോഭാവം രൂപപ്പെടുന്നതിന് സ്വാധീനിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ഇതുപോലെ ജാതി മത സംഘടനകളുടെയും അത്തരം വ്യക്തികളുടെയും ഒക്കെ ഈ സ്വാധീനം രാഷ്ട്രീയത്തിനകത്ത് കൂടുതലാണ്. അടുത്തത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. ഡെവലപ്മെന്റ് നമുക്കറിയാം വികസനം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥയുടെ മാറ്റവും വളർച്ചയുമാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാലാനുസൃതമായിട്ടുള്ള മാറ്റവും വളർച്ചയും എല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കകത്ത് ഉണ്ടായാൽ മാത്രമാണ് സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ആ നാട്ടിലൊരു ആധുനികവൽക്കരണവും ഒക്കെ സാധ്യമാകൂ എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിലെ കാര്യനിർവഹണം, ജനങ്ങളുടെ പങ്കാളിത്തം, അധികാര വിനിമയം, വികേന്ദ്രീകരണം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1992 നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തി രാജ് എന്നുള്ളൊരു സംവിധാനം വരികയും ഇതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അത് ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെയും അധികാര വിനിമയത്തിന്റെയും ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അവിടെ എന്താണ്, രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു മാറ്റം വന്നു. അതുപോലെ നമുക്കറിയാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ 50% സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കാലാനുസൃതമായിട്ട് രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കകത്ത് മാറ്റവും വളർച്ചയും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള വളർച്ചയുടെയും മാറ്റത്തിന്റെയും കൂടി ഭാഗമാണ്. ഇനി പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇക്വാലിറ്റി, കപ്പാസിറ്റി, ഡിഫറൻഷിയേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. ഇക്വാലിറ്റി നമുക്കറിയാം നിയമവാഴ്ചയും അവസര സമത്വവുമാണ്. അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെ ഈ ഒരു പദവികളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് ആളുകൾ അവസര സമത്വത്തിന്റെ, അതായത് കഴിവിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അത് ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ലക്ഷണമാണ്. നമുക്കറിയാം ഇന്ന് ഏറെക്കുറെ ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം അത്തരം ഒരു സംവിധാനം തന്നെയാണ് ഉള്ളത്. പിന്നെ വരുന്നത് കപ്പാസിറ്റിയാണ്. കാര്യനിർവഹണത്തിനുള്ള ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയാണ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത വകുപ്പുകളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ് വകുപ്പ്, അങ്ങനെ പല പല വകുപ്പുകളാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതെത്ര കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കപ്പാസിറ്റിക്കകത്ത് പരിശോധിക്കുന്നത്. പിന്നെ വരുന്നത് ഡിഫറൻഷിയേഷൻ ആണ്. അത് രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വ്യത്യസ്ത മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഘടനാ സംവിധാനം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സംസ്കാരം, അതുപോലെ തന്നെ ഈ സാമ്പത്തികം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെ പല തലങ്ങളുള്ളത്. അത്തരത്തിൽ ഈ ഒരു ഘടനാ സംവിധാനം രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഡിഫറൻഷിയേഷനിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വരുന്നത് സാക്ഷരത, വിദ്യാഭ്യാസം, ജനങ്ങളുടെ പങ്കാളിത്തം, സേനാ വിഭാഗങ്ങളുടെ നിഷ്പക്ഷത, സ്വതന്ത്ര നീതിന്യായ മാധ്യമ സംവിധാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരു ഡെവലപ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. അതായത് ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അവര് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരായിരിക്കും. കൂടാതെ സേനാ വിഭാഗങ്ങളിൽ പട്ടാളക്കാരോ പോലീസുകാരോ ആയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ നടപടി എടുക്കേണ്ടവരായിരിക്കണം. അതുകൂടാതെ തന്നെ നീതിന്യായ വ്യവസ്ഥയും മാധ്യമങ്ങളൊക്കെ നിഷ്പക്ഷമായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഡെവലപ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി സെക്ഷനിൽ ലാസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആണ്, അല്ലെങ്കിൽ ആധുനികവൽക്കരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് ഈ ആധുനികവൽക്കരണവും. സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനനുസരിച്ച് രാഷ്ട്രീയ വ്യവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റം. നമുക്കറിയാം സമൂഹത്തിൽ മൊത്തം ഉണ്ടാകുന്ന ഒരു ആധുനികവൽക്കരണം അനുസരിച്ച് രാഷ്ട്രീയ വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. പ്രധാനമായിട്ട് വരുന്നത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. പണ്ട് ഈ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നു മാറിയിട്ട് വോട്ടിംഗ് മെഷീൻ ആയി എന്നുള്ള കാര്യം നമുക്കറിയാം. അത്തരത്തിൽ ഈ സമൂഹത്തിന്റെ മൊത്തമുള്ള ആധുനികതയുടെ ഒരു ഭാഗം നമുക്ക് ഈ രാഷ്ട്രീയ വ്യവസ്ഥയിലും കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ വ്യവസായവൽക്കരണം, വിദ്യാഭ്യാസ, സാമ്പത്തിക വളർച്ച, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങിയവയാണ്. അതായത് ആളുകളിൽ പണ്ട് കാലത്തിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാവുന്നതും അതിനനുസരിച്ചിട്ട് ആളുകൾ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ ആധുനികവൽക്കരണത്തിൽ നമ്മൾ പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് ആളുകളുടെ വീക്ഷണത്തിലും മനോഭാവത്തിലുള്ള മാറ്റമാണ്.
അതായത് ആളുകൾ ഒരു പക്ഷേ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു തലത്തിൽ നിന്ന് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യം നോക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീക്ഷണത്തിലൊക്കെ മാറ്റം വരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് വിദ്യാഭ്യാസത്തിലും ജീവിത നിലവാരത്തിലുമുള്ള ഉയർച്ച. ഇത്തരത്തിൽ നമ്മൾ ഒരു സമൂഹത്തിന്റെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് നഗരവൽക്കരണം, അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ, വ്യവസായവൽക്കരണം, ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ആളുകൾക്ക് ഉയർന്ന വരുമാനം ലഭിക്കുന്ന സാഹചര്യം തുടങ്ങിയവയാണ് നമ്മൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയ വ്യവസ്ഥയിലും വരുന്നതും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം രാഷ്ട്രീയ വ്യവസ്ഥയിലും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്